ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ റെട്രോ സൂര്യയുടെ അടുത്ത പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. കുറെ നാളായി പുല്ല് റിയാക്ഷൻ ചെയ്തിട്ട് ഒന്ന് കണ്ടുകളയാന്ന് വെച്ച് തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പടം കാർത്തിക് സുബ്രാജ് പടം ആണ്. മുന്നത്തെ സൂര്യയുടെ പടത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല. അത് അത് അതൊരു കടന്നുപോയ ഒരു കാലം പോലെയാണ് മറന്നു കളയാനുള്ളത് എന്നാണ് തോന്നുന്നത്. കാരണം അത്രയും അത് ഭയങ്കര ഒരു ശോകം തന്നെ ആയിപ്പോയി. സൂര്യക്ക് കിട്ടിയ ഒരു വലിയ അടി തന്നെയാണ് പടം. കാർത്തിക് സുരാജിന് സൂര്യനെ പൊക്കിക്കയറ്റാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റും, കാർത്തിക് സുരാജിനൊക്കെ പറ്റും. സൂര്യ ഒരു കിടിലൻ കമ്പാക്കിന് തന്നെയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. തിരിച്ചു വരണം സൂര്യ, തിരിച്ച് കരുത്തനായി കിടിലമായിട്ട് തിരിച്ചു വരണം നടുപ്പിൻ നായകൻ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് ടീസർ റിയാക്ഷനിലേക്ക് പോവാം. എന്റർടൈൻമെന്റ് സൂര്യ തന്നെയാണ് പ്രൊഡക്ഷൻ. ഹെഗ്ഡെ പൂജ ഹെഗ്ഡെ സാരിയെ കൊടുത്ത് ഇത്ര നോർമലായിട്ട് ജോജു അച്ഛനായിട്ട് പറഞ്ഞത് பிரகாஷ் ராஜ் நாசர். என் பொறுப்புக்கான பர்பஸ் உன் பாஷையில சொல்லணும்னா என் தாமோ இனி காதல், பரிசுத்த காதல். എടീ സംഭവം എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ വാർണ 1000 സിനിമ ഉണ്ടല്ലോ സൂര്യയുടെ, അതിൻ്റെയൊക്കെ ഒരു ടച്ച് വരുന്നുണ്ടോ. പക്ഷെ നൈസ് കേട്ടോ, ആ ഒരു കറക്റ്റ് ആ ഒരു ഇത്. പിന്നെ ഈ തമിഴ് എനിക്ക് ശ്രീലങ്കൻ തമിഴ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 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 സ്റ്റെപ്പ് ഒരു കയറ്റമുണ്ട് തമിഴിനെ. പക്ഷെ നൈസ് കേട്ടോ സാധനം. கல்யாணம் முடிக்கலாமாடி? ഒരു രക്ഷയില്ല. എന്തോന്നെ കാണിച്ചു വെച്ചേക്കണത്. പൂജ ഹെഗ്ഡെ തന്നെ. ഇത് പൂജ ഹെഗ്ഡയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിരിക്കും ഈ കരിയറിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പൂജ ഹെഗ്ഡെ ഫസ്റ്റ് ടൈം ആയിരിക്കും ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പൂജ ഹെഗ്ഡെ. പൂജ ഹെഗ്ഡെ ഇതിൽ മ്യൂട്ടാണോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ ഒരു ഉമ്മയിലെല്ലാം ഉണ്ടായിരുന്നു. സത്യം പറയട്ടോ, ആ ഒരു ഉമ്മയിലെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ട്രസ്റ്റും ആ ഒരു ഹെൽത്തി പ്യുവർ ലവ് എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അടിപൊളി. എൻ്റെ അമ്മയൊക്കെ ഇമോഷണൽ സോങ്, BGM സ്കോർ സന്തോഷ് നാരായൺ ജി ഭയങ്കര റേഞ്ച് സാധനം വാങ്ങിയത്. ഹാറ്റ്സ് ഓഫ് പൊളി. എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി വിജയ്ക്ക് വെച്ചിരുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് കാർത്തിക് സുബ്രാജ് തമ്മിൽ ഒരു കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ നിന്ന് വിജയ് ബാക്ക് ഔട്ട് ആയതാണ്. ഇപ്പം അത് സൂര്യ ഏറ്റെടുത്തു. പിന്നെ അടുത്ത RJ ബാലയുടെ പടം, അതും വിജയ്ക്ക് വെച്ചിരുന്ന സ്റ്റോറിയാണ്, അതും സൂര്യ ഏറ്റെടുത്തു. വിജയ് H വിനോദിൻ്റെ കൂടെയാണ്. എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഉപേക്ഷ 2 പ്രോജക്റ്റും വൻ നഷ്ടം തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. എനിവേസ് ബട്ട് ഇതിൽ സൂര്യ അണ്ണൻ തിരിച്ചു വരെ എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഒരു രക്ഷയില്ല. കാർത്തിക് സുബ്രാജ് പടോടെ വേറെ എന്തൊരു വേണം സത്യം പറഞ്ഞ.
അന്യായ സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഡയറക്ടർ അങ്ങ് പടം ഇട്ടാൽ മതി. ഇനി ട്രെയിലറിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഇത് ഇനി അങ്ങ് ഡയറക്ടർ പടം കണ്ടാൽ മതി എന്നുള്ളതായി. ഇതിലെല്ലാം കാണിച്ചു. ജോജു ജോർജ് ആയിരിക്കും സൂര്യയുടെ അച്ഛനായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ നൈസ് കേട്ടോ, വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ലവ് സ്റ്റോറിയാണ് മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത്. അത് ആ BGM സ്കോറിൽ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ലവ് സോങ്, ആ ഒരു ലവ് തന്നെയാണ് സിനിമയിൽ ഏറ്റവും വലിയൊരു ഘടകത ആകർഷിക്കുന്നത് എന്നുള്ള കാര്യം. എനിവേ ലെറ്റ് സി, ബട്ട് ടീസർ വാസ് റിയലി അമേസിങ്. ലവ് യാ. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നാലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC. എല്ലാം ആവട്ടെ. ബൈ.